ബി.ജെ.പിയെ വീണ്ടും വെട്ടിലാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുള്ള കൗൺസിലേഴ്സിന്റെ സംഘത്തിനൊപ്പം ശ്രീലേഖ ഡൽഹിയിലേക്ക് പോയില്ല. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ട്രെയിനിൽ പോകാത്തതെന്നാണ് വിശദീകരണം. അമ്മയ്ക്ക് അസുഖമാണെന്ന് ശ്രീലേഖ അറിയിച്ചിരുന്നതായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. ഇതിന്റെ ഭാഗമായാണ് 12, 13 തീയതികളിൽ ഡൽഹിയിൽ ശില്പശാല നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. എന്നാൽ ആർ ശ്രീലേഖയുടെ നീക്കം നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ട്രെയിനിൽ പോകാത്തതെന്നും അത് പാർട്ടിയുടെ അറിവോടെയാണെന്നും ആർ ശ്രീലേഖയുടെ വിശദീകരണം. ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചെലവാണ് പാർട്ടിക്ക്. ഞാൻ കാരണം അത്രയും ചെലവ് ഉണ്ടാകണ്ട എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ബുദ്ധിമുട്ടുമുണ്ട്. അമ്മയ്ക്ക് 94 വയസ്സായി, വീട്ടിലുണ്ട്. കുക്കിംഗ് ഏറ്റെടുക്കണം, അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം, വീടിന്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം, സാധനം വാങ്ങാൻ പോകണം. ആർ ശ്രീലേഖ പങ്കെടുക്കാത്തത് അമ്മയുടെ അസുഖം കാരണമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആർ ശ്രീലേഖജി എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മദർ കുറച്ച് ഒരു സുഖമില്ലാത്തൊരു സ്ഥിതിയാണ്, അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ 3-4 മറ്റേ കൗൺസിലർമാരും പോകുന്നില്ല. അവർക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് പോകുന്നില്ല. അത്രേ ഉള്ളൂ. ട്രെയിൻ യാത്രയിൽ ശ്രീലേഖ ഇല്ലാത്തത് വിവാദമാക്കേണ്ടതില്ലെന്ന് ജനറൽ സെക്രട്ടറി എസ് സുരേഷ്. 119 പേരടങ്ങുന്ന സംഘമാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.